ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നഖം കേടാകൽ അല്ലെങ്കിൽ കുഴിനഖം. പലരും ബുദ്ധിമുട്ടുന്ന വലിയൊരു മാനസിക പ്രശ്നം തന്നെയാണ് കുഴിനഖം. ഇതിനുള്ള ഒരു നല്ലൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത് നല്ലൊരു റെമഡിയാണ്, ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ക്ലോസ് ആണ്, അതായത് ഗ്രാമ്പു. ഇത് ഒരു നാച്ചുറൽ ആൻറ്റിസെപ്റ്റിക് ആണ്. നന്നായി ഉണക്കിയ ഗ്രാമ്പു വേണം ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കേണ്ടുന്നത്. വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക, എങ്കിൽ മാത്രമേ ഇത് മിക്സിയിൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ചതഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മൾ എണ്ണ കാച്ചിയെടുക്കുമ്പം തരിതരിയായിട്ട് കിടക്കും. ഈ ഗ്രാമ്പു ഒരു ബാക്ടീരിയയും ഫംഗലിൻ്റെയും ഗ്രോത്തിനെ തടയുന്നതിന് വളരെ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടുന്നത് ഒലിവ് ഓയിൽ. ഒലിവ് ഓയിലും ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസിനെ തടയാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഒലിവ് ഓയിൽ. പിന്നെ നമ്മളൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ഒലിവ് ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ പൊടിച്ചു വെച്ച 2 ടേബിൾ സ്പൂൺ ക്ലോസ് പൊടിച്ചതും ഇതിനകത്തേക്ക്, പൊടിയാകുമ്പോഴത്തേന് ഒരു 2-2.5 ടേബിൾ സ്പൂൺ ആവുന്നുണ്ട്. അത് മൊത്തം തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഈ എണ്ണ ചൂടായി. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എണ്ണ ചൂടാവും. പിന്നെ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. ഇതുപോലെ ഒന്ന് തിളച്ച് നല്ലൊരു മണമാണ് ഈ ഒലിവ് ഓയിലും ഗ്രാമ്പും കൂടി തിളച്ച് വരുമ്പോൾ. ഒരു 5 മിനിറ്റും കൂടെ തിളച്ചതിന് ശേഷം അങ്ങ് കരിഞ്ഞു പോകാതെ നമുക്ക് ഇതിനെ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് തണുക്കാൻ വെക്കാം. ഇനി എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ കുഴിനഖം ഉണ്ടാകുന്നത് കൂടുതലും നമ്മുടെ നഖങ്ങളിൽ ഈർപ്പം നിന്നിട്ട്, അല്ലെങ്കിൽ പുറത്തൊക്കെ പണിക്ക് പോകുന്നവർക്ക്, ഇപ്പോൾ പലരും പറഞ്ഞത് ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പം പുറത്ത് വിരൽ കാണിക്കാൻ പറ്റാത്ത നാണക്കേടായിട്ടുള്ള ഒരവസ്ഥയാണെന്നാണ്. അങ്ങനെയുള്ളവർ കഴിവതും കൈയുറകളൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കണം, വെള്ളം ഈർപ്പം നനയുന്ന ജോലികളൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ അതുപോലെ നഖങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കി സൂക്ഷിക്കണം. അപ്പം നമ്മുടെ ക്ലോസൊക്കെ ഒന്ന് ആ എണ്ണ ഓയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു പാത്രത്തിൽ ചെറിയ ചൂടുള്ള, നമ്മൾ കൈകൾ മുക്കി വയ്ക്കാൻ അത്രമാത്രം ചൂടുള്ള വെള്ളം എടുക്കുക. അതിനകത്തേക്ക് പിന്നെ വേണ്ടുന്നത് ആപ്പിൾ സിഡർ വിനിഗർ. സാധാരണ വിനിഗർ എടുക്കട്ടെ എന്ന് ചോദിക്കരുത്, ആപ്പിൾ സിഡർ വിനിഗർ തന്നെ വേണം. ഇതും നല്ലൊരു ആൻറ്റിസെപ്റ്റിക് ആണ്. ഇതൊരു ക്ലീനിങ് ഏജൻ്റ് ആണ്. അതുപോലെ ഡയല്യൂട്ട് ചെയ്ത് ഇത് ഡയറക്റ്റ് നഖങ്ങളിൽ അപ്ലൈ ചെയ്യുന്നത് നഖങ്ങളുടെ വളർച്ചയ്ക്കും ബാക്ടീരിയയുടെ ഗ്രോത്ത് തടയുന്നതിനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ആപ്പിൾ സിഡർ വിനീഗറും കൂടി വെള്ളത്തിലേക്കൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ ഈ കുഴിനഖം ഉള്ളവർക്കും കുഴിനഖം വരാതിരിക്കുന്നതിനും ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കുഴിനഖം ഉള്ള കൈകൾ അല്ലെങ്കിൽ വിരലുകൾ ഇതുപോലെ മുക്കി വയ്ക്കുക. ഒരു ബ്രഷോ, ഇതിപ്പോൾ എൻ്റെ നഖത്തിൽ കുഴിനഖം ഇല്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ ബ്രഷൊന്നും ഉപയോഗിക്കുന്നില്ല. കുഴിനഖം ഉള്ളവരാണെങ്കിൽ ഒരു ബ്രഷൊക്കെ ഉപയോഗിച്ച് ഒന്ന് കഴുകിയെടുക്കാം. അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് ഫംഗസ് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യാം. ഇതിന് നല്ല നല്ല പരിഹാര മാർഗ്ഗങ്ങൾ ഡോക്ടർക്ക് പോയാലും കിട്ടും, പെട്ടെന്ന് തന്നെ സുഖമാവും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഹോം റെമഡീസ് ഇതും വളരെ ഫലപ്രദമായിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നുമല്ല ഹോം റെമഡീസ്. ഇതിന് വെള്ളത്തിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒട്ടും ഈർപ്പമില്ലാതെ നമുക്കൊന്ന് തുടച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളമയം ഉണ്ടായിരിക്കരുത്. ഇപ്പോൾ നമ്മുടെ ആ ഓയിലൊന്ന് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട്. തണുത്ത ഓയിൽ നമുക്ക് ഇപ്പോഴുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു പാത്രത്തിലേക്ക്. പിന്നീട് നമുക്ക് വേണ്ടുന്നത് ഒരു കോട്ടൺ ബഡ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ചെറിയ ഈർക്കിലോ കമ്പിയിലോ മറ്റോ ഒരു കോട്ടൺ ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ ഉപയോഗിച്ചാലും മതി. അതിനുശേഷം ഇതുപോലെ നഖങ്ങളിൽ എവിടെയൊക്കെയാണോ ഇത് ഡാമേജ് ആയിട്ടുള്ളത് ആ ഭാഗത്ത് ഇതുപോലെ തേച്ച് കൊടുക്കാം.
ഇത് തേച്ചതിന് ശേഷം ഒരു 30 മിനിറ്റോളം ഇതിനെ ഒന്ന് ഉണങ്ങാൻ അനുവദിക്കണം. ഈ തേക്കുന്ന സമയത്ത് ആ കേടായ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ എന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ചെറിയതായിട്ടൊരു നീറ്റൽ അനുഭവപ്പെടും. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ആ ആക്ഷൻ നടക്കുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഇത് നമുക്കൊക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള അറിവോ അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വായിച്ച അറിവുകളോ ഒക്കെയാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ ഞാനിപ്പം പരീക്ഷിക്കുന്ന ഒരു കാല് തന്നെ, കേടായിട്ടുള്ള നഖമുള്ള ഒരു കാല് തന്നെ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ നമ്മൾ അത് അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകി കളഞ്ഞ് നന്നായിട്ട് തുടച്ച് ഉപയോഗിക്കണം. ഇത് നന്നായി കേട് വന്നിട്ടുള്ള ഒരു കാലിലെ നഖമാണ്. നല്ല സൈഡിലെല്ലാം നല്ല വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്നുകിൽ ഉപ്പിടാം, അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനിഗർ ചേർക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച്, ഒരുപാട് കേടുള്ള നഖമാണെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വേണം ഉപയോഗിച്ച് നന്നായിട്ട് ഇതുപോലെ കഴുകാം. അതിനുശേഷം ഒരു തോർത്തോ ടവലോ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം നന്നായിട്ട് തുടച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളമയമില്ലാത്തതിന് ശേഷം മാത്രമേ നമ്മുടെ ഓയിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ ഡെയിലി ഉപയോഗിച്ച് സുഖപ്പെടുത്തി. ഈ 20 ദിവസത്തിന് ശേഷം ഇതിൻ്റെ റിവ്യൂ ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം തുടച്ച് നല്ല ഡ്രൈ ആക്കി, അതുപോലെ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷവും 30 മിനിറ്റിന് ശേഷവും ചെറിയ ചൂടുവെള്ളത്തിലാണ് കഴുകേണ്ടുന്നത്. ചൂടുവെള്ളത്തിൽ കഴുകിയതിന് ശേഷം വീണ്ടും നന്നായി നഖങ്ങൾ തുടച്ച് സൂക്ഷിക്കുക. അല്ലെങ്കിൽ ആ ഈർപ്പമയം ഇരുന്നിട്ടാണ് അത് വീണ്ടും ഇങ്ങനെ അഴുക്കായി വരുന്നത്. ബാക്ടീരിയ വളരാനുള്ള ഒരു എളുപ്പം അവിടെ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് കേടായിട്ടുള്ള നഖമാണ്. അപ്പം ഈ ഭാഗത്ത് നന്നായിട്ട് നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട്, ഈ കേടായ നഖമായതുകൊണ്ട്. ഇനി 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. റെസ്റ്റ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിലാണ് ഏറ്റവും നല്ലത്. ചെറിയ ചൂടുവെള്ളത്തിൽ ഇതുപോലെ കഴുകി കളയുക. അതിനുശേഷം നന്നായി തുടച്ചെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. ദിവസം 2 നേരമാണ് ഇത് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ദിവസം 2 നേരം, രാവിലെയോ രാത്രിയിലോ 2 നേരം, തീർച്ചയായിട്ടും 2 നേരം ചെയ്തിരിക്കണം. ഒരാഴ്ച കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട്, പുതിയ നഖം കിളിക്കാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും ഇതിൻ്റെ ആ ഒരു നഖത്തിൻ്റെ കുത്തൽ, വേദന എല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതേപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും നമുക്ക് ചുറ്റും. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നൽകാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.